മക്കളങ്ങനെ 47ാമത്തെ ചോദ്യം 47ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 0.5 ഗുണിക്കുന്നു 0.05 കൊണ്ട്, അതിനെ ഗുണിക്കുന്നു 0.005 കൊണ്ട്, അതിനെ 50 കൊണ്ട് ഗുണിക്കുന്നു, പിന്നെ 500 കൊണ്ട് ഗുണിക്കുന്നു. ഇങ്ങനെ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് ചെയ്യലടാ, ചെയ്യാം. ഇവരെല്ലാം നമ്മൾ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ പോവാണ് ചെയ്യാനുള്ള എളുപ്പത്തിന്. 0.5 എന്ന് പറഞ്ഞാൽ അത് 5/10 ആണ്. അതെങ്ങനെയാ വന്നതെന്നുള്ളതൊക്കെ ഞാൻ പലപ്പോഴായി പറഞ്ഞതാണ്, പഴയ വീഡിയോ ഒക്കെ കാണണേ. ഓക്കെ, ഗുണിക്കണം. 0.05 എന്ന് പറഞ്ഞാൽ അത് 5/100 ആണ്. 0.005 എന്ന് പറഞ്ഞാൽ അത് 5/1000. ഇൻറ്റു 50 എനിക്ക് എങ്ങനെ എഴുതാം? 5 × 10 എന്ന് എഴുതാം. ഇൻറ്റു 500 എനിക്ക് എങ്ങനെ എഴുതാം? 5 × 100 എന്ന് എഴുതാം. ഇനി ഒരുപോലെ മുകളിലും താഴെയും വന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയാം. ഈ 10ഉം വെട്ടിക്കളയാം. ഈ 100ഉം വെട്ടിക്കളയാം. ബാക്കി മുകളിൽ 5 1 2 3 4 5 പ്രാവശ്യം ഗുണിച്ചിരിക്കുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? 5/5 എന്ന് എഴുതാം. ബൈ താഴെയോ? താഴെ 1000. 5/5 5നെ 5 പ്രാവശ്യം ഗുണിച്ചാൽ കിട്ടുന്നത് 3125 ആണ്. 3125 ആണ്. ഓക്കെ, അതിനെ 1000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. എത്രയായിരിക്കും അപ്പോൾ ഉത്തരം? എടാ, ഇവിടെ താഴെ 3 പൂജ്യങ്ങൾ. അപ്പോൾ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. ഈ മുകളിലിരിക്കുന്ന 3125നെ പുറകിൽ നിന്ന് പ്ലേസ് ചെയ്തിട്ട് വരാം. 5 2 1 3. നമ്മുടെ ഉത്തരം എന്താ? 3.125. 3.125. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 48ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18 എന്ന് കണ്ടുപിടിക്കണം. എടാ, അതിനെ കണക്കിന്റെ ഭാഷയിലേക്ക് എഴുതിയാൽ ഇങ്ങനെ എഴുതാം. 0.004 എത്രയോ മടങ്ങ് വലുതാണ് ആര്? 0.18. എത്ര മടങ്ങാണ് വലുത് എന്ന് കണ്ടുപിടിക്കാൻ എക്സിനെ ഞാനിവിടെ നിർത്തുന്നു. 0.18നെ 0.004 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സെയിം പരിപാടി. ഡെസിമൽ ഡിജിറ്റുകൾ മുകളിൽ എത്ര താഴെ എത്ര എന്ന് നോക്കുന്നു. മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ, താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ആളുകൾ. കണ്ടുപിടിച്ചു. ഇനി ആ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ എഴുതും 18/4 എന്ന് എഴുതും. മുകളിലാണോ താഴെയാണോ നമ്മൾ ഗുണിക്കേണ്ടത്? എവിടെ കുറവ് അവിടെ ഗുണിക്കണം. ഇവിടെ മുകളിലാണ് കുറവ്, അവിടെ 2 ഡെസിമൽ ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ മുകളിൽ നമ്മൾ ഗുണിക്കുന്നു. എത്ര കൊണ്ട് ഗുണിക്കണം? താഴെ 3 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്, മുകളിൽ 2 ഡെസിമൽ ഡിജിറ്റേ ഉള്ളൂ. എത്ര കുറവ്? 1ന്റെ കുറവുണ്ട്. നമ്മൾ 1 0 1. ഓക്കെ, ഇന്നത് ചെയ്താൽ മതി. 18 ഗുണിക്കണം 10/4 ചെയ്യാം. 10ഉം 4ഉം ചെറുതാക്കാം, 2 കൊണ്ട് ചെറുതാക്കാം അല്ലെ. 4ൽ 2 2കൾ, 10ൽ 5 2കൾ. 18നെ 2 കൊണ്ട് ചെറുതാക്കാം. 18ന്റെ പകുതി എന്ന് പറയുന്നത് 9. പിന്നെ മുകളിൽ ആരേ ഉള്ളൂ? 9 ഗുണിക്കണം 5 ആണ്. 9 ഗുണിക്കണം 5ന്റെ ഉത്തരം 45. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. തെറ്റല്ലേ? നമുക്ക് അടുത്തേക്ക് പോവാം. അവിടെ ചില ആളുകൾക്ക് ഒരു പക്ഷേ ഒരു തവണ കേട്ടാൽ ഇതിന്റെ ഉത്തരം മനസ്സിലേക്ക് കയറണമെന്നില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ദയവായി അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകും. ഇത് യൂട്യൂബിലല്ല ക്ലാസ് നടക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറകിലേക്ക് അടിച്ച് ഒരു 10 സെക്കൻഡ് കണ്ട് ഈ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ 2 3 തവണയൊക്കെ കാണാൻ ആവശ്യമുള്ളവർ അങ്ങനെ കാണണം. ഓക്കെ, അപ്പൊ നമ്മൾ 49ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 49ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 726 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറ്, അതിനെന്ത് ചെയ്യണം? ആ കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിക്കണം. അങ്ങനെ മുറിച്ചാൽ ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്? 726നെയാണ് നമ്മൾ മുറിക്കുന്നത്. എന്താണോ മുറിക്കുന്നത് അത് മുകളിൽ 726നെയാണ് നമ്മൾ മുറിക്കുന്നത്. മുറിക്കുക, വീതിക്കുക, ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഹരിക്കലാണ് ചെയ്യേണ്ടത്. എത്ര കൊണ്ട് ഹരിക്കണം? നമ്മൾ എത്ര പീസായി മുറിക്കണം? എത്ര ഭാഗങ്ങളായി ഛേദിക്കണം? ഛേദിക്കേണ്ടതിനെ താഴെ 100 ഭാഗങ്ങളായി ഛേദിക്കണം. 100 താഴെ.
726/100 ചെയ്താൽ നമുക്ക് 7.26 എന്ന് കിട്ടും. എങ്ങനെ? ഇവിടെ താഴെ 2 പൂജ്യങ്ങൾ, അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 2 ആളുകൾ ഉണ്ടായിരിക്കണം. ആ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. സെറ്റല്ലേ? 7.26 സെന്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്തേക്ക് പോവാം. അങ്ങനെ 50-ാമത്തെ ചോദ്യം നമുക്കിവിടെ ചെയ്യാം. ചോദ്യം എങ്ങനെ? 0.0036 ഗുണിക്കണം 0.0000 4 പൂജ്യങ്ങൾ 64 ബൈ അടുത്തതാരാ 0.123456 6 പൂജ്യങ്ങൾ 1 2 3 4 5 6 പൂജ്യങ്ങൾ ഒരു 6 ഗുണിക്കണം 0.1234 പൂജ്യങ്ങൾ 1 2 3 4 പൂജ്യങ്ങൾ 8. കാണുമ്പോൾ ആശാൻ വളരെ വലിയവനാണ്, പക്ഷെ നമുക്ക് സിമ്പിളായി ചെയ്യാം. മുകളിൽ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്, താഴെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കാം. മുകളിൽ 1 2 3 4 5 6 7 8 9 10 11 ആളുകൾ മുകളിൽ. താഴെ നോക്കാം 1 2 3 4 5 6 7 8 9 10 11 12 ആളുകൾ താഴെ. നമുക്ക് ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം മുകളിലും താഴെയും കിട്ടി. ഇനി ഈ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ എഴുതാം. 36 ഗുണിക്കണം 64 ബൈ 6 ഗുണിക്കണം 8. എവിടെയാണ് കുറവ്? മുകളിലാണ് കുറവ്. മുകളിൽ 11 ഉള്ളൂ, താഴെ 12 ഉണ്ട്. ഒരെണ്ണത്തിന്റെ കുറവ് എവിടെയുണ്ട്? മുകളിലുണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ ഗുണിക്കണം ഒരു പൂജ്യമുള്ള 10ന്റെ പവർ കൊണ്ട്. ഓക്കെ, ഇനി ഇത് ചെയ്താൽ മതി. 36-ൽ എത്ര ആറുകൾ? 36-ൽ 6 ആറുകൾ. 64-ൽ എത്ര എട്ടുകൾ? 64-ൽ 8 എട്ടുകൾ. എന്ത് ചെയ്യാം? 6 ഗുണം 8 ഗുണം 10 എന്ന് നമുക്ക് എഴുതാം. 6 ഗുണം 8 6 8 എത്രയാ? 48. അപ്പൊ 48 ഗുണം 10 അതാണ് നമ്മുടെ ഉത്തരം 480. 480 ഓപ്ഷൻ സിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്ലിയർ മക്കളെ? നമ്മളങ്ങനെ 51-ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 51-ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 0.003 ഗുണിക്കുന്നു 0.45 കൊണ്ട്. ആ കിട്ടുന്ന ഉത്തരത്തെ നമ്മൾ 0.009 കൊണ്ട് ഹരിക്കണം. ഹരിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ചോദ്യം എഴുതുന്നു 0.003 ഗുണിക്കണം 0.45 ഹോൾ ഡിവൈഡഡ് ബൈ 0.009. ഞാൻ എന്ത് പറഞ്ഞു? അംശത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് എന്ന് നോക്കുന്നു. ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം. ആകെ മുകളിൽ 5 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്. താഴെയോ? താഴെ 3 ഡെസിമൽ ഡിജിറ്റുകൾ. ഓക്കെ, ഇനി നമുക്ക് ആ ഡെസിമൽ പോയിന്റ്, ആ കുത്ത് ഒഴിവാക്കി നമുക്ക് ആ സംഖ്യകളെ എഴുതാം. അപ്പൊ 3 ഗുണിക്കണം 45 ബൈ 9 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം? എവിടെയാണ് ദശാംശ അക്കങ്ങളുടെ കുറവ്, എവിടെയാണ് ഡെസിമൽ ഡിജിറ്റുകളുടെ കുറവ് എന്ന് നോക്കണം. മുകളിൽ 5 എണ്ണം, താഴെ 3 എണ്ണം. കുറവ് എവിടെയാടാ? അത് താഴെയാണ്. എത്ര കുറവ്? 2 എണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഇരിക്കുന്ന ആളെ 2 പൂജ്യമുള്ള 10ന്റെ പവർ കൊണ്ട് ഗുണിക്കണം. 2 പൂജ്യം ഇടാൻ മുമ്പിൽ ഒരു 1 ഇടുക. ഇനി ഇത് ചെറുതാക്കിയാൽ മതി. 9-ൽ എത്ര മൂന്നുകൾ? 9-ൽ 3 മൂന്നുകൾ. 45-ൽ എത്ര മൂന്നുകൾ? 45-ൽ 15 മൂന്നുകൾ. അപ്പൊ മുകളിൽ ഇനി 15, താഴെ 100. ഇതിനി വെട്ടിച്ചെറുതാക്കാൻ നിൽക്കണ്ട. കാരണം എന്താ? താഴെ പൂജ്യങ്ങളുള്ള 10ന്റെ പവർ വന്നാൽ നമുക്ക് ലോട്ടറിയാണ്. അതിനെ ദശാംശ രൂപത്തിലേക്ക് നമുക്ക് എളുപ്പത്തിൽ മാറ്റാം. അപ്പൊ 15/100 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ താഴെ 2 പൂജ്യങ്ങൾ. അതിനർത്ഥം ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 2 ആളുകൾ ഉണ്ടായിരിക്കണം എന്നാണ്. അയാൾ ഇതേ മുകളിൽ കിടക്കുന്നു. ആ 15-ന് അതുപോലെ എഴുതിയ പോരെ? ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ഇട്ടു. അപ്പൊ നമ്മുടെ ഉത്തരമായി 0.15. ഓപ്ഷൻ ബിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരി ഉത്തരം. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി 52-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 52-ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 1/3.2 എന്നതിന്റെ ഉത്തരം തന്നിട്ടുണ്ട്
0.3125 എന്ന് 0.3125 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് 1/0.032 ഉത്തരം. നമ്മളിവിടെ എത്ര കാര്യം ചെയ്യണ്ടു? ഒറ്റ കാര്യം ചെയ്യണ്ടു. ഇവിടെ ഡെസിമൽ പോയിന്റ് 3ന്റെയും 2ന്റെയും ഇടയിലാണ് അല്ലേ? 3ന്റെയും 2ന്റെയും ഇടയിലാണ്. ഇപ്പോ താഴെ കണ്ടുപിടിക്കേണ്ടതിന്റെ ഡെസിമൽ പോയിന്റ് എവിടെയാ? ഇവിടെ ഉണ്ടായിരുന്ന ആള് ഇവിടെ എത്തി. അപ്പൊ എത്ര സ്ഥാനങ്ങൾ അത് ഇടത്തോട്ട് നീങ്ങി? 1, 2. 2 സ്ഥാനങ്ങൾ ഇടത്തോട്ട് നീങ്ങിയേ. നമ്മൾ ചെയ്യുന്ന കാര്യം, ചോദ്യത്തിൽ 2 സ്ഥാനങ്ങൾ ഇടത്തോട്ട് നീങ്ങിയാൽ ഉത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? 2 സ്ഥാനങ്ങൾ വലത്തോട്ട് നീക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ ഉത്തരം 31.25. ഓക്കെ. അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മളിനി പോകുന്ന വഴിയിലുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തരാം. അപ്പൊ നമ്മുടെ ഉത്തരം 31.25 ആണ് ശരി ഉത്തരം. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. 7.83 ഗുണം 7.83 മൈനസ് 1.17 ഗുണം 1.17 അതിനെ ഹരിച്ചിരിക്കുന്നു 6.66 കൊണ്ട്. നമുക്കിത് ചെയ്തു നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിവിടെ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. 7.83 2 തവണ ഗുണിച്ചിരിക്കുന്നു. നമ്മൾ എങ്ങനെ എഴുതും? 7.83ന്റെ സ്ക്വയർ എന്ന് എഴുതും. മൈനസ് ഇവിടെ 1.17നെ 2 തവണ ഗുണിച്ചിരിക്കുന്നു. നമ്മളപ്പോ 1.17ന്റെ സ്ക്വയർ എന്ന് എഴുതും. ബൈ 6.66. ഓക്കെ. എങ്കിൽ മുകളിലിരിക്കുന്ന ആള് ഏത് രൂപത്തിൽ? മുകളിലിരിക്കുന്ന ആള് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ്. എന്താണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം? അതിനെ വിപുലീകരിച്ചാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അല്ലെ? എന്താണ് ഇവിടെ എ? എ എന്ന് പറയുന്നത് 7.83 ആണ്. ബി എന്ന് പറയുന്നതോ 1.17 ആണ്. നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇതിലേക്ക് അങ്ങോട്ട് റീപ്ലേസ് ചെയ്താൽ പോരെ? ചെയ്യാം. അപ്പൊ മുകളിലിരിക്കുന്ന ആളെ നമ്മൾ മാറ്റി എഴുതുന്നു. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് ഇതിന്റെ മുകളിലിരിക്കുന്ന ആള്. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വിപുലീകരിച്ച് എഴുതുന്നു, എക്സ്പാൻഡ് ചെയ്ത് ഈ രൂപത്തിൽ എഴുതുന്നു. എ പ്ലസ് ബി എന്ന് വെച്ചാൽ 7.83 പ്ലസ് 1.17. അതവിടെ നിൽക്കട്ടെ. ഇനിയോ എ മൈനസ് ബി 7.83 മൈനസ് 1.17 ഓൾ ഡിവൈഡഡ് ബൈ 6.66. ഓക്കെ. അപ്പൊ 7.83 1.17 കൂട്ടിയാൽ എത്ര? നമുക്കിവിടെ കണ്ടുപിടിക്കണം. 7.83 പ്ലസ് 1.17 കൂട്ടിയാൽ 7 3 10 0 ശിഷ്ടം 1. 8 2 10 0 ശിഷ്ടം 1. 7 2 9. ഓക്കെ. 9.00 എന്ന് പറഞ്ഞാൽ 9 തന്നെ. അപ്പൊ നമുക്ക് ഇത് ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം 9 ഇൻറ്റു ഇനി 7.83 നിന്ന് 1.17 കുറയ്ക്കണം. അതും കൂടി കുറയ്ക്കാം. 7.83 നിന്ന് കുറയ്ക്കണം 1.17. 3 നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത് 13 ആക്കും. ഇപ്പുറത്തുനിന്ന് ഒരു 1 വാങ്ങിച്ചുകൊണ്ട്. അപ്പൊ 8 7 കുറഞ്ഞു. 13 നിന്ന് 7 പോയാൽ ബാക്കി 6. 7 നിന്ന് 1 പോയാൽ ബാക്കി 6 പോയിന്റ്. 7 നിന്ന് 1 പോയാൽ ബാക്കി 6. അപ്പൊ കുറച്ചപ്പോ കിട്ടിയ ഉത്തരം എന്താ? 6.66 ബൈ താഴെ ആരുണ്ടടാ? 6.66 ഉണ്ട്. അപ്പൊ പലർക്കും ഉഷാറായി. ദേ മേലൊരുത്തൻ താഴെ കിടക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു. വെട്ടടാ അവനെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തുണ്ട്? നമ്മുടെ ഉത്തരം 9 മാത്രം. നമ്മുടെ ശരിയായ ഉത്തരം 9 ആണ്. അത് ഓപ്ഷനിൽ എവിടെ കിടക്കുന്നു? ഓപ്ഷൻ എയിൽ കിടക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 54ാമത്തെ ചോദ്യം. വീണ്ടും അതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ. സ്പീഡിൽ ചെയ്താലോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ എന്താണ്? 2.39. ബി എന്താണ്? 1.61.
അപ്പൊ നമുക്ക് എഴുതാം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2.39 പ്ലസ് 1.61. ഇനി എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2.39 മൈനസ് 1.61. ഇതിനെ ഹരിക്കണം. എന്തുകൊണ്ട്? 2.39 മൈനസ് 1.61 കൊണ്ട്. ഏടാ ഇവരെ നമുക്ക് വെട്ടിക്കളയാലോ. വെട്ടിക്കളഞ്ഞാൽ ബാക്കി ആര് മാത്രം? 2.39 പ്ലസ് 1.61. ഇത് ചെയ്താൽ നമുക്ക് 5 കിട്ടും. ചെയ്ത് നോക്കാം. 2.39 1.61 5 അല്ല 4 കേട്ടോ, സോറി. കൂട്ടിയാൽ 9 1 10 0 ശിഷ്ടം 1. 6 3 9 1 10 0 ശിഷ്ടം 1. 2 1 3 1 4.00 എന്ന് വെച്ചാൽ അത് 4 തന്നെ. ഉത്തരത്തിലേക്ക് എത്തി. ഓപ്ഷൻ എവിടെ കിടക്കുന്നു? 4 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. അതാണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേടാ? ഇവിടെ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണണം. അതിനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട്. ചില ആളുകൾക്ക് 2 തവണയോ 3 തവണയോ കേട്ടാലാണ് ഒന്ന് സെറ്റ് ആവുക. ക്ലിയർ? 53ാമത്തെ ചോദ്യം ഇതേ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോയത് കേട്ടോ. അപ്പൊ 55ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 55ാമത്തെ ചോദ്യം എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 0.0000625. നിങ്ങൾക്കൊരു കാര്യം അറിയാം. ഇതിലെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയാൽ, ആ കുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 625. 625ന്റെ റൂട്ട് എന്ന് പറയുന്നത്, സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 25ആണ്. ഓക്കെ, 25ആണ്. നമ്മൾ റൂട്ട് കാണാനുള്ള എളുപ്പവഴിയൊക്കെ പഠിക്കൂട്ടോ. അതൊക്കെ എവിടെ പഠിക്കും? നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായി പഠിക്കും. അപ്പോൾ 625ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 25ആണ്. എങ്കിൽ 0.0000625ന്റെ വർഗമൂലം ചോദിച്ചാൽ, സ്ക്വയർ റൂട്ട് ചോദിച്ചാൽ, ഞാൻ പണ്ട് പറഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യമൊന്ന് നിങ്ങൾ ആലോചിച്ച് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ടത് റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുകളുണ്ട് എന്ന് നോക്കണം. ഇവിടെ 1 2 3 4 5 6. അപ്പൊ ഉത്തരത്തിൽ റൂട്ടിനകത്ത് എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടോ അതിന്റെ പകുതി ഡെസിമൽ ഡിജിറ്റുകളായിരിക്കണം ഉത്തരത്തിൽ ഉണ്ടാവേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് 6 ഡിജിറ്റുകൾ ഉണ്ടായിരുന്നു. ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 6ന്റെ പകുതി 3 ഡിജിറ്റുകളെ ഉണ്ടാകാൻ പാടുള്ളൂ. 3 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ 625ന്റെ റൂട്ട് നമുക്കറിയാം, അത് 25ആണ്. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ഇട്ടാൽ മതി. മുമ്പിൽ ആരുമില്ല, അവിടെ നമ്മൾ 0 ഇട്ടു. നമ്മുടെ ഉത്തരം 0.025 ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നു. കാണുന്നില്ല അല്ലെ? ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? 0.025 ആണ് ശരിയായ ഉത്തരം. മക്കളെ, എങ്ങനെ 58ാമത്തെ ചോദ്യത്തിലേക്ക് എത്തുന്നു. 58ാമത്തെ ചോദ്യം 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ 1.25നെ നമുക്ക് എങ്ങനെ എഴുതാം? അടുത്ത് എഴുതാം അല്ലെ? 1.25നെ നമുക്ക് എങ്ങനെ എഴുതാം? 125/100 എന്ന് എഴുതാം. 125/100 എന്ന് എഴുതാം. ഇനി ഇത് ചെറുതാക്കിയാൽ പോരെ? 5 കൊണ്ട് ചെറുതാക്കാം. 100ൽ എത്ര അഞ്ചുകൾ എന്ന് ചോദിച്ചാൽ 20 അഞ്ചുകൾ. ഓക്കെ, 125ൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 25 കൊണ്ട് ഒറ്റയടിക്ക് വെട്ടാം. അതാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു അല്ലേ? അത് ചെയ്യാം. 25 കൊണ്ടാണ് ചെറുതാക്കുന്നത് കേട്ടോ. 125 എന്ന് പറഞ്ഞാൽ 25 ഗുണം 5 ആണ്. 100 എന്ന് പറഞ്ഞാൽ 25 ഗുണം 4 ആണ്. രണ്ടിലും 25 ഉണ്ട്. അപ്പൊ നമുക്ക് 25 കൊണ്ട് വെട്ടിക്കളയാം. മുകളിലും താഴെയും 25 വെട്ടിക്കളഞ്ഞാൽ ബാക്കി ആര്? 5/4 മാത്രം. നമ്മുടെ ഉത്തരം 5/4 ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നതാണ്. ഇനി 5 കൊണ്ട് ചെറുതാക്കിയാലും തെറ്റില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ സംശയമായിട്ടുണ്ടാവും. 125 എന്ന് പറയുന്നതും 100 എന്ന് പറയുന്നതും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് അങ്ങനെയും ചെറുതാക്കാം. 125ൽ എത്ര അഞ്ചുണ്ടെന്ന് ചോദിച്ചാൽ എത്ര അഞ്ചുണ്ട്? 12ൽ 2 അഞ്ചുകൾ. അപ്പൊ ബാക്കി 2 ഇപ്പുറത്തേക്ക് വരും. 25ൽ എത്ര അഞ്ചെന്ന് ചോദിച്ചാൽ 5 അഞ്ചുകൾ. 25/100ൽ 20 അഞ്ചുകൾ. 25/20 എന്ന് വരും. നമുക്ക് അവരെ വീണ്ടും 5 കൊണ്ട് ചെറുതാക്കാലോ. 25ൽ 5 അഞ്ചുകൾ. 20ൽ 4 അഞ്ചുകൾ. അപ്പൊ എങ്ങനെ ചെറുതാക്കിയാലും എത്തുന്ന ഉത്തരം സെയിം ആയിരിക്കും. ഓക്കെ അല്ലടാ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 59ാമത്തെ ചോദ്യം. 3/8ന്റെ ദശാംശ രൂപം. 3/8. 8 എന്ന് പറഞ്ഞാൽ
അപ്പം കണക്റ്റ് ആവണം. അത് എത്രയാടാ? അത് 2ന്റെ ക്യൂബാണ് അല്ലേ? അപ്പോൾ താഴത്തെ ബേസ് ഛേദം ഡിനോമിനേറ്റർ 10ന്റെ ബേസിലേക്ക് എത്തിക്കാൻ, 10ന്റെ പവറിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ആണെങ്കിൽ നമ്മൾ അപ്പുറത്ത് 5 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 2 ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് 5 ക്യൂബ് കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, അപ്പൊ 3 ഗുണം 125, 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ബൈ ഇതെന്തായി? 10ന്റെ ക്യൂബ്. ഓക്കെ, 125 3 തവണ വന്നാൽ 250, 350, 375. 375 ബൈ 10ന്റെ ക്യൂബ് 1000. ഓക്കെ, 375 ബൈ 1000. ഇവിടെ താഴെ 3 പൂജ്യങ്ങൾ. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 3 ആളുകൾ വരണം. മുകളിലുള്ളവരെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. 3, 7, 5 ഒഴിഞ്ഞു കിടക്കുന്ന മുന്നിൽ ഒരു 0 ചേർത്തു. അങ്ങനെ നമ്മുടെ ഉത്തരം 0.375 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. സെറ്റല്ലേ? അടുത്തേക്ക് പോവാം. 60ാമത്തെ ചോദ്യം. ഓക്കെ, നേരത്തെ ചെയ്ത മോഡൽ തന്നെ അതിന് സമാനമായിട്ടുള്ളൊരു ചോദ്യം അപ്പുറത്ത് ചെയ്യാം. 1/8 നമുക്കതിനെ ആദ്യം ദശാംശ രൂപത്തിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റും? 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ്. അപ്പൊ അതിനെ 5ന്റെ ക്യൂബ് കൊണ്ടാണ് മുകളിലും താഴെയും ഗുണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെന്തായി? 1/8 ഇൻറ്റു 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ബൈ 125 എന്നായി. 1 ഗുണം 125 ചെയ്ത് കഴിഞ്ഞാൽ 125 ബൈ 8 ഗുണം 125 ചെയ്താൽ 1000. 125 ബൈ 1000 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.125. സെറ്റായി. നമുക്ക് 1/16 മാറ്റാം. 1/16, 16 എന്ന് പറയുന്നത് 2 പവർ 4 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ താഴത്തെ 2 പവർ 4നെ 10ന്റെ പവറിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 5 പവർ 4 കൊണ്ട് താഴെയും മുകളിലും ഗുണിക്കണം. ഓക്കെ, ഇപ്പൊ ഇതെന്തായടാ? 1/16 ഗുണം 125 ഇൻറ്റു 5 625 ബൈ 625. 1 ഗുണം 625 625 തന്നെ ബൈ 16 ഗുണം 625. നിങ്ങൾ അങ്ങനെ ഗുണിക്കാൻ നിൽക്കണ്ട. എന്താണ് ഇവിടെ? പവർ 4 ആണ്. അപ്പൊ എത്ര 0 ഉണ്ടാവും? 4 0 ഉണ്ടാവും, ഒരു 1 ഉണ്ടാവും. 10,000. 625 ബൈ 10,000 എന്ന് പറഞ്ഞാൽ അത് 0.0625 ആണ്. ഇവിടെ 4 പൂജ്യങ്ങൾ. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 4 ആള് വേണം. മുകളിൽ 3 ആളേ ഉള്ളൂ. അവരെ നമ്മൾ അവസാനം പ്ലേസ് ചെയ്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ 0 ഇട്ടു. അങ്ങനെയാണ് ഈ ഉത്തരം കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ കൂട്ടണം അല്ലെ? പ്ലസ് ചെയ്യണം. കൂട്ടാം. 0.125 0.0625 ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ഇട്ടു, കൂട്ടുന്നു. 5, 7, 8, 1 0. നമ്മുടെ ഉത്തരം 0.1875. 0.1875 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ക്ലിയർ അല്ലടാ? നേരെ പോയാലോ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്ക്വയർ റൂട്ട് ഓഫ് 0.4444 എന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. ഇത് ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. സ്ക്വയർ റൂട്ട് ഓഫ് 0.4444 അങ്ങനെ പോകുന്നു. ഇങ്ങനെ ആവർത്തിച്ച് പോകുന്ന ദശാംശ സംഖ്യയെ എന്ത് പേരിട്ട് വിളിക്കാം? ആവർത്തന ദശാംശം എന്നോ റിക്കറിംഗ് ഡെസിമൽ എന്നോ വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? ഇതിന് സമാനമായിട്ടൊരു ചോദ്യം സ്ക്വയർ റൂട്ട് കാണാനല്ല, അതിന്റെ ഭിന്ന രൂപത്തിൽ എഴുതാൻ ഉള്ള ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ആളെ നമുക്ക് ഭിന്ന രൂപത്തിൽ എങ്ങനെ എഴുതാം? 0.444 കുത്ത് കുത്ത് കുത്ത്. അതിനെങ്ങനെ എഴുതാം? എത്ര സംഖ്യകളാ, എത്ര ഡിജിറ്റുകളാണ് ഇവിടെ ആവർത്തിക്കുന്നത്? ഒരു ഡിജിറ്റ് അല്ലെ? 4 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ്. അപ്പൊ താഴെ നമ്മൾ ഒരു 9 കൊണ്ട് ഹരിക്കുന്നു. എന്താണ് ആവർത്തിക്കുന്നത്? 4 ആണ് ആവർത്തിക്കുന്നത്. മുകളിൽ 4 എന്ന് എഴുതുന്നു. അപ്പോൾ ഈ ഡെസിമൽ നമ്പറിനെ നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ ആയി എഴുതാം. 4/9 എന്ന് എഴുതാം. അപ്പൊ റൂട്ട് 0.444 കുത്ത് 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 എന്നതിനെ നമുക്ക് റൂട്ട് ഓഫ് 4/9 എന്ന് എഴുതാം. ഓക്കെ, എടാ റൂട്ട് x/y എന്ന് പറഞ്ഞാൽ ആ മുകളിൽ കിടക്കുന്ന എക്സിനും ആ റൂട്ട് ബാധകമാണ്, താഴെ കിടക്കുന്ന വൈനും റൂട്ട് ബാധകമാണ്. സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം.
എങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? √4/√9 എന്ന് എഴുതാം. 4ന്റെ റൂട്ട് എത്രയാടാ മക്കളെ? 4ന്റെ റൂട്ട് 2. 9ന്റെ റൂട്ട് എത്രയാടാ? 9ന്റെ റൂട്ട് 3. നമ്മുടെ ഉത്തരം 2/3. 4ന്റെ റൂട്ട് എത്ര മക്കളെ? 4ന്റെ റൂട്ട് 2. 9ന്റെ റൂട്ടോ? 9ന്റെ റൂട്ട് 3. അങ്ങനെ ഉത്തരം 2/3 ഇത് ഭിന്നരൂപമാണ്. അതിനെ ദശാംശ രൂപത്തിലേക്ക് എഴുതണം. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ നോക്കി. ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നോക്കിയടാ, എല്ലാവരും റിക്കറിങ് ആണ് അല്ലെ, ആവർത്തിച്ച് പോകുന്നുണ്ട്. കുത്തു 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 കുത്ത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ നമ്മൾ പഠിച്ചത് കാര്യം എന്താ? താഴെ 9 99 ഒക്കെ വന്നാലാണ് ഇത് ആവർത്തിച്ച് പോകുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ താഴെ വന്നിരിക്കുന്നത് 3 നമ്മൾ എന്താക്കണം? താഴത്തെ ആളെ 9ലേക്ക് എത്തിക്കണം. അപ്പൊ ഈ 2/3 എന്ന് പറയുന്ന സംഖ്യനെ നമ്മൾ അതിന്റെ ഛേദത്തിന് 3 കൊണ്ട് ഗുണിക്കുന്നു. താഴെ ഗുണിച്ചാൽ ആര് പിണങ്ങും? മുകളിലിരിക്കുന്നവൻ പിണങ്ങും. അപ്പൊ മുകളിലും നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. ഇനി ഗുണിക്കാം. 2 × 3 6 ബൈ 3 × 3 9. അപ്പൊ 6/9 എന്ന് കിട്ടി. 6/9നെ ദശാംശ രൂപത്തിലേക്ക് മാറ്റിയാൽ എങ്ങനെ എഴുതാം? 0.6666. ഇതാണ് നമ്മുടെ ഉത്തരം. 0.66 ഇതേ കിടക്കുന്നു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഇത് കൺഫ്യൂഷൻ ആവും പലർക്കും. റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 62ാമത്തെ ചോദ്യം. 62ാമത്തെ ചോദ്യം ഇങ്ങനെ: 3.6/0.12 എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. എങ്കിൽ എക്സിന്റെ വില എന്ത്? എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്താൽ മതി. 3.6നെ 0.12 കൊണ്ട് ഹരിച്ചാൽ മതി. നമ്മളതിന് ആദ്യം എന്ത് ചെയ്യണം? മുകളിലും താഴെയും എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ഡെസിമൽ ഡിജിറ്റ് 1. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ, 2 ഡെസിമൽ ഡിജിറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? അതിലെ പോയിന്റ് ഒഴിവാക്കിയിട്ട്, ആ കുത്ത് ഒഴിവാക്കിയിട്ട് എഴുതണം. ഇപ്പൊ മുകളിൽ 36 വന്നു, താഴെ 12 വന്നു. ഇനി എന്ത് ചെയ്യണടാ? എവിടെയാണ് ഡെസിമൽ ഡിജിറ്റുകളുടെ കുറവ് എന്ന് നോക്കണം. മുകളിൽ 1 ഉള്ളൂ, താഴെ 2 ഉണ്ട്. അപ്പൊ മുകളിലാണ് കുറവ്. എത്ര കുറവ്? 1ന്റെ കുറവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലിരിക്കുന്ന ആളെ ഒരു 0 ഉള്ള 10ന്റെ പവർ ഉണ്ട്. ഒരു 0 ഒരു 1 ഇടുക, അത്രേ ഉള്ളൂ. ഇനി ഇത് ചെറുതാക്കിയാൽ മതി. 10ഉം 12ഉം നമുക്ക് ചെറുതാക്കാം. 10നെയും 12നെയും 2 കൊണ്ട് ചെറുതാക്കാം. 10ൽ എത്ര 2കൾ എന്ന് ചോദിച്ചാൽ 5 2കൾ, അല്ലെങ്കിൽ 10ന്റെ പകുതി. 12ൽ എത്ര 2കൾ എന്ന് ചോദിച്ചാൽ 6 2കൾ, അല്ലെങ്കിൽ 12ന്റെ പകുതി 6. 36ൽ എത്ര 6കൾ എന്ന് ചോദിച്ചാൽ 6. ഇനി മുകളിൽ ആരേ ഉള്ളൂ? ഒരു 6ഉം ഒരു 5ഉം. അപ്പൊ ഉത്തരം 30 എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 30. തെറ്റല്ലേ? നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 63ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു പെൻസിലിന്റെ വില തന്നിട്ടുണ്ട് 4 രൂപ 54 പൈസ. അങ്ങനെയാണെങ്കിൽ അതേപോലെയുള്ള 30 പെൻസിലുകളുടെ വില കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. ദശാംശ സംഖ്യകളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പെൻസിലിന്റെ വില എന്ന് പറയുന്നത് 4 രൂപ 54 പൈസ. അപ്പൊ 30 പെൻസിലുകളുടെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പെൻസിലിന്റെ വിലയെ 30 കൊണ്ട് ഗുണിക്കും അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യല്ലേ? എങ്ങനെയാടാ ചെയ്യാ? ഈ ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കി. 1 2. 2 ആളുകൾ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതിൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ഗുണിക്കാം. 454 ഗുണിക്കണം 30 കണ്ടുപിടിക്കാം. അപ്പൊ 454 ഗുണം 3 ചെയ്തിട്ട് ഒരു 0 ഇട്ടാ പോരെ? ചെയ്യാം. 3 4 12ൽ 2 ശിഷ്ടം 1, 3 5 15 1 16ൽ 6 ശിഷ്ടം 1, 3 4 12 1 13. നമ്മുടെ ഉത്തരം 13.62 എന്ന് എഴുതി വെച്ചാൽ തെറ്റിപ്പോവും. നമ്മളൊരു 0 ഒഴിവാക്കിയിട്ടാണ് ഗുണിച്ചത്. അപ്പൊ ആ 0 ഇവിടെ ചേർക്കണം. ഓക്കെ അല്ലടാ? ഇനി എന്താ ചെയ്യേണ്ടത്? എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്? 2 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 2 സ്ഥാനങ്ങൾ നീക്കി മുന്നിലൊരു കുത്തിട്ടു. നമ്മുടെ ഉത്തരം 136.2 അല്ലെങ്കിൽ 2.0. 136.2 അല്ലെങ്കിൽ 2.0. 136.2
20 ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. മക്കളെ, അങ്ങനെ നമ്മുടെ 3 ടോപ്പിക്കുകൾ PYQ സീരീസിലെ 3 ടോപ്പിക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു 1500 ചോദ്യങ്ങൾ നമ്മൾ കടന്നുപോയി. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അരിച്ചു പെറുക്കി നമ്മൾ ഓരോ ചോദ്യങ്ങളും ക്ലാരിറ്റിയോട് കൂടി പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏതെങ്കിലും ചോദ്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണണം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ടീം അല്ലെങ്കിൽ ഞാൻ തന്നെ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മക്കളെ, നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് സർവീസിൽ കയറി. നമ്മളൊക്കെ അപമാനിച്ച ഒരുപാട് ആളുകളുണ്ട് അല്ലേ? നീ ഒന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ, നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ലടാ എന്ന് പറഞ്ഞ് നമ്മളെ തളർത്തിയിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നമുക്ക് തെളിയിക്കണം, എന്നെ കൊണ്ടും പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ എന്നുള്ളത്. കേരള സർക്കാരിൻ്റെ ആ നീല ടേകണിഞ്ഞ് നമ്മൾ സർക്കാർ ഓഫീസിന്റെ പടിക്കെട്ട് ചവിട്ടി കയറുന്നതാകട്ടെ നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. മക്കളെ, തുടക്കത്തിൽ ഉള്ള ആവേശം കുറച്ച് കഴിയുമ്പോൾ കെട്ടുപോകും. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആഗ്രഹം അത്രത്തോളം തീവ്രമാണെങ്കിൽ, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളെ ഒരു കംഫർട്ട് സോണിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് പിന്നെ ജോലി കിട്ടിയാലും ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാം എന്ന മെൻറ്റാലിറ്റിയിലേക്ക് വരും. നിങ്ങൾക്ക് ഇതല്ലാതൊരു ഓപ്ഷനേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചത്തു പണിയെടുക്കും. എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ചത്തു പണിയെടുക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് വരും. അത് ഞാൻ അടിവരയിട്ട് പറയുന്നു, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു. പലരും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും നീ പണിയെടുക്കുന്നത് സിൻസിയർ ആണെങ്കിൽ നിന്നെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നീ ഉയർന്നു പൊന്തി പറന്നുയരും. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.